3 ദിവസത്തെ CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ ആരംഭിക്കും. കേരളത്തിലെ പരാജയം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. കേരളത്തിലെ പരാജയം സംബന്ധിച്ച് വിശദമായി വിലയിരുത്താൻ നേരത്തെ PB സംസ്ഥാന ഘടകത്തോട് നിർദ്ദേശിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, സംസ്ഥാന സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും ഒക്കെ തയ്യാറാക്കിയ പ്രാഥമിക വിലയിരുത്തലുണ്ട്. അത് എന്തായാലും യോഗത്തിൽ നിന്ന് ചർച്ച ചെയ്യുമെന്നറിയാം. ഒപ്പം തന്നെ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള ഒരു തീരുമാനമുണ്ട് PB. അതിൽ എതിർപ്പുണ്ടായിരുന്നു. അതൊക്കെ കേന്ദ്ര കമ്മിറ്റിയിൽ ഇന്ന് ചർച്ചയ്ക്ക് വരില്ലേ? കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള CPM-ന്റെ ആദ്യ കേന്ദ്ര കമ്മിറ്റി യോഗമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വിലയിരുത്തലും ചർച്ചകളും ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകും. ഒപ്പം മറ്റു സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. ഈ 3 ദിവസം നടക്കുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് അവലോകനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. കേരളത്തിൽ കനത്ത പരാജയമാണ് നേരിട്ടത് എന്ന് നേരത്തെ പോളിറ്റ് ബ്യൂറോ തന്നെ വിലയിരുത്തി. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാജയവുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള പരിശോധന നടത്താനായിരുന്നു സംസ്ഥാന ഘടകത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. കേരളത്തിൽ ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകൾ ഉണ്ടായി എന്ന വിമർശനം പോലും പോളിറ്റ് ബ്യൂറോയിൽ ഉയർന്നിരുന്നു. ഒപ്പം പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയതിനും അദ്ദേഹത്തെ മാത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതിലുമെല്ലാം പോളിറ്റ് ബ്യൂറോയിലും വിമർശനമുണ്ടായിരുന്നു. പരസ്യമായി നേതാക്കൾ അക്കാര്യങ്ങൾ സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും പോളിറ്റ് ബ്യൂറോയിലും പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കുന്നതിനെതിരെ വോട്ടുകൾ ഉയരുകയും അതിന് വിമർശനം ഉയരുകയും ഇത്തവണ പിണറായി വിജയൻ മാറി നിൽക്കട്ടെ എന്ന അഭിപ്രായം ഉയരുകയും ചെയ്തിരുന്നു. ഇക്കാര്യമെല്ലാം കേന്ദ്ര കമ്മിറ്റിയിലും ചർച്ചയ്ക്ക് വരും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇന്നലെ കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ MV ഗോവിന്ദൻ വ്യക്തമാക്കിയത് അത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വിവാദങ്ങളോ ഉണ്ടായിട്ടില്ല. വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് മാധ്യമങ്ങളാണ് എന്ന പ്രതികരണമായിരുന്നു MV ഗോവിന്ദൻ നടത്തിയത്. ഒപ്പം വിമർശനങ്ങൾ സ്വീകരിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന കാര്യവും MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ശ്രീജ ചൂണ്ടിക്കാട്ടിയതുപോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും നിലവിൽ പ്രാഥമിക വിലയിരുത്തൽ നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. കേരളത്തിലെ പരാജയം സംബന്ധിച്ച് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനമായും ചർച്ച നടക്കുക. കാരണം ഈ വേളയിൽ CPM-ന് ഭരണം ഉണ്ടായിരുന്ന ഒരേ ഒരു സംസ്ഥാനമായിരുന്നു കേരളം. അവിടെ കൂടി ഭരണം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ആ തോൽവിയെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിലയിരുത്തലും ചർച്ചയും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകും. അതിൽ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയത് സംബന്ധിച്ച് വിശദമായ ചർച്ചയുണ്ടാകും. ആ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ചില മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടില്ല എന്നാണ് നേതാക്കൾ പരസ്യമായി അറിയിക്കുന്നത്.